ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മുമ്പുകാലം ജീവിതത്തെ ഒന്ന് സ്വർഗത്തിൻ്റെ മുമ്പിലിരുന്നൊന്ന് എഡിറ്റ് ചെയ്യാനുള്ള കാലമാണ്. ഒരു സിനിമയൊക്കെ റെക്കോർഡ് ചെയ്യുമ്പം 200-300 മണിക്കൂറാണ് റെക്കോർഡിംഗ് നടക്കുന്നത്. നല്ല കലാവാസനയുള്ളൊരു കലാകാരൻ, എഡിറ്റിംഗ് അറിയുന്നവൻ വളരെ കൃത്യതയോടെ ഏറെ സമയമെടുത്ത് ധ്യാനാത്മകമായിട്ട് അതിനെ 2-2.5 മണിക്കൂറിലേക്ക് എഡിറ്റ് ചെയ്ത് കാണുന്നവന് അത് അനുഭവവേദ്യമാക്കി മാറ്റുകയാണ്. മുമ്പുകാലം ഇങ്ങനെ ജീവിതത്തിൻ്റെ ഒരാണ്ടിൽ റെക്കോർഡ് ചെയ്ത ഒരുപിടി അനുഭവങ്ങളെ, നന്മതിന്മയുടെ അനുഭവങ്ങളെ, സ്നേഹത്തിൻ്റെ സങ്കടത്തിൻ്റെ അനുഭവങ്ങളെ, നൊമ്പരമേകിയതും നൊമ്പരം ഏറ്റതുമായ അനുഭവങ്ങളെ മുഴുവനും ദൈവത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ടൊന്ന് എഡിറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ കൃപയോടുകൂടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ, ആസ്വാദ്യകരമായ, കണ്ണിനും കാതിനുമൊക്കെ സുഖം പ്രദാനം ചെയ്യുന്ന ഒരു നല്ല ജീവിതമാക്കി ജീവിതത്തെ മാറ്റാനുള്ള അവസരമാണ്. ബോധപൂർവകമായിട്ട് ഇത്തരം ഇടങ്ങളിൽ നാം എഡിറ്റിങ്ങിന് വിധേയമാക്കപ്പെടണം. തന്നിഷ്ടം പോലെ ക്രമരഹിതമായി ജീവിക്കുന്നവന്, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അത് ആളുകളെ കാണിച്ച് പറ്റിക്കാൻ ശ്രമിക്കുന്ന, ചിലപ്പം മോഡേൺ ആർട്ട് എന്നൊക്കെ പറയുന്ന വിധം ചുമ്മാ കുറേ കോപ്രായങ്ങൾ, ഇതൊന്നുമല്ല. പുറകിൽ ഒരു കലയുണ്ടാവണം, അതിൻ്റെ പുറകിൽ സമർപ്പണം ഉണ്ടാകണം, അതിൻ്റെ പുറകിൽ കുറേ ദൈവിക ഇടപെടലുകൾ ഉണ്ടാവണം. കണ്ട് മടങ്ങുന്നവൻ്റെ ജീവിതത്തിൽ സ്വാധീനമാകത്തക്ക വിധം, കേൾക്കുന്നവന് മാറ്റത്തിന് തങ്ങളെ സമർപ്പിക്കാൻ മനസ്സുണ്ടാകത്തക്ക വിധം ജീവിതത്തെ സ്വർഗം സ്വപ്നം കണ്ട വിധം ഒന്ന് എഡിറ്റ് ചെയ്യാൻ നോമ്പുകാലത്ത് നമുക്കാവട്ടെ. ഈശോയെ, എഡിറ്റിങ്ങിന് വിധേയമാവുക വേദനയുടെ അനുഭവങ്ങളാണ്. പ്രിയങ്കരമായ പലതും നഷ്ടപ്പെടുത്തുമ്പോഴും ആത്യന്തികമായ നന്മയിലേക്കാണെന്ന ബോധ്യത്തോടെ ഞങ്ങളെ തന്നെ അവിടുത്തെ തിരുമുമ്പിൽ ഒന്ന് വെട്ടിയൊരുക്കാൻ ഇട നൽകണമേ.